പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ പൊടിക്കാറ്റിനെ തുടർന്ന് 13 കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 4 പേർ മരിക്കുകയും 19 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായ റിപ്പോർട്ടുകൾ. റിയാദ് മേഖലയിലെ അൽറീൻ ഗവർണറേറ്റിനെയും തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ അസീറിലെ ബിഷയെയും ബന്ധിപ്പിക്കുന്ന റോഡിലാണ് കൂട്ടിയിടി ഉണ്ടായത്. പൊടിക്കാറ്റ് വീശിയതിനെ തുടർന്ന് കാഴ്ച പരിമിതപ്പെട്ടതാണ് അപകട കാരണം. വെള്ളിയാഴ്ചയായിരുന്നു സംഭവം. ഒന്നിനു പിറകെ ഒന്നായി 13 വാഹനങ്ങൾ വന്ന് കൂട്ടിയിടിക്കുകയായിരുന്നു. വലിയ തോതിലുള്ള അപകടമാണ് ഉണ്ടായതെന്ന് റോഡ് സുരക്ഷയ്ക്കുള്ള പ്രത്യേക സേന പറഞ്ഞു. 4 പേർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പരിക്കേറ്റവരെ റെഡ് ക്രസന്റ് ആംബുലൻസുകളിൽ ഉടൻ തന്നെ അൽറൈൻ ജനറൽ ആശുപത്രിയിലെ എമർജൻസി വിഭാഗത്തിൽ എത്തിച്ചു. മിക്കവരുടെയും പരിക്കുകൾ സാരമായതായിരുന്നു. ഒടിവുകൾ, ആന്തരിക രക്തസ്രാവം വരെയുള്ള കേസുകളുണ്ടെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ ചിലരെ കിങ് സൗദ് മെഡിക്കൽ സിറ്റിയിലേക്കും അൽ ഖുവയ്യ ജനറൽ ആശുപത്രിയിലേക്കും മാറ്റി. അതേസമയം നിസ്സാര പരിക്കേറ്റ 8 പേരെ പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം ആശുപത്രിയിൽ നിന്ന് വിട്ടയച്ചു. മരിച്ചവരെയും പരിക്കേറ്റവരെയും സംബന്ധിച്ച വിവരങ്ങളൊന്നും അറിവായിട്ടില്ല. ഏത് രാജ്യക്കാരാണെന്നും വ്യക്തമല്ല. ഇത്രയും വാഹനങ്ങൾ ഒരുമിച്ച് കൂട്ടിയിടിച്ച അപകടത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. 13 വാഹനങ്ങൾ പ്രധാന റോഡിൽ പരസ്പരം കൂട്ടിയിടിച്ചു കിടക്കുന്ന കാഴ്ചകളാണ് വീഡിയോയിലുള്ളത്. കൂട്ടിയിടിയുടെ ആഘാതത്തിൽ ഹൈവേയിൽ നിന്ന് കാറുകൾ തെന്നിമാറി റോഡിന്റെ ഇരുവശങ്ങളിലേക്കും തെറിച്ചു വീണു. കാറുകളും ട്രക്കുകളും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. വാഹനങ്ങൾ പരസ്പരം കുരുങ്ങിക്കിടക്കുന്ന നിലയിലാണ്. എല്ലാ വാഹനങ്ങൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നതും വീഡിയോയിൽ നിന്ന് വ്യക്തം. പരിക്കേറ്റവരെ സൗദി അൽറൈൻ ജനറൽ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലേക്കാണ് മാറ്റിയത്. ഒന്നിലധികം ഒടിവുകൾ, ആന്തരിക രക്തസ്രാവം, ചെറിയ പരിക്കുകൾ എന്നിവ ഉൾപ്പെടെ വിവിധ പരിക്കുകൾ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. 8ഓളം പേരെ ആരോഗ്യം മെച്ചപ്പെട്ടതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്തു. അതിനിടെ UAEയിൽ ഇന്ന് അതിശക്തമായ കാറ്റ് വീശുമെന്ന് മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകും. ഈ സാഹചര്യത്തിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വടക്ക് പശ്ചിമ മേഖലയിൽ രൂപപ്പെടുന്ന കാറ്റ് മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ വരെ വീശാമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അറബിക്കടൽ അതുപോലെ പ്രക്ഷുബ്ധമാകും. തിരമാലകൾ 7 അടി ഉയരത്തിൽ വരെ എത്താമെന്നാണ് മുന്നറിയിപ്പ്. ഞായറാഴ്ച രാത്രിയാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. UAE നിവാസിൽ വീടിന് പുറത്തിറങ്ങുമ്പോൾ ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പുണ്ട്. അതേസമയം UAEയിൽ ഇന്ന് താരതമ്യേന ചൂട് കുറഞ്ഞ കാലാവസ്ഥയായിരിക്കും. മലയോര പ്രദേശങ്ങളിൽ നേരിയ തോതിൽ മഴ ലഭിക്കും. കാറ്റും ശക്തമായി വീശും. മണൽക്കാറ്റിനും സാധ്യതയുണ്ട്. 31 ഡിഗ്രിക്കും 41 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും താപനില. മലയോര മേഖലയിൽ അടക്കം ചൂട് കുറയും. തീരദേശ മേഖലയിലും ദ്വീപുകളിലും ചൂട് കുറയും. അതിനിടെ ചൊവ്വാഴ്ച മുതൽ ഒമാനിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് മഴയ്ക്ക് സാധ്യതയുള്ളത്. ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 2 രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത തീവ്രതയോടെയായിരിക്കും മഴ പെയ്യുക എന്നാണ് മുന്നറിയിപ്പ്. ചിലയിടങ്ങളിൽ ഇടിമിന്നലോടെയുള്ള മഴയും പെയ്തേക്കും. ജലനിരപ്പ് ഉയരാനും ശക്തമായ ഒഴുക്കിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു.